ധനുഷ് രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കുകയാണ്. ധനുഷ് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താ മുറ്റം അടിക്കാനൊരാഗ്രഹം. അങ്ങനെ മുറ്റം അടിച്ചു. മുറ്റം അടിച്ചതിന് ശേഷം ഞങ്ങൾ പല്ല് തേക്കാൻ പോയി. പല്ല് തേക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്തിട്ട് പേസ്റ്റൊക്കെ തേച്ച് ഇങ്ങനെ ധനു കുറച്ച് സമയം നടന്നു. പക്ഷേ ബ്രഷൊന്നും ചെയ്തില്ല. അത് പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാക്കേനെ കണ്ടു. പിന്നെ കാക്കയുടെ പുറകെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴക്കായിരുന്നു. പിന്നെ കാക്കയുടെ പുറകെ പോയിട്ട് അത് ഭക്ഷണം കഴിക്കുന്നത് നോക്കി കുറേ സമയം ഇരുന്നു. അങ്ങനെ അതിനെ നോക്കിയിരുന്ന് കാക്ക കാക്ക എന്നൊക്കെ വിളിച്ചു. കാക്കനെ കാണുന്നത് ധനുഷിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാക്കയെ നോക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ പൂവിടാൻ പോയപ്പോൾ ധനുവിന് പൂക്കൾ ഇടാൻ പറ്റില്ല. പൂവിടുന്ന പൂവെല്ലാം ധനുവിന് പെറുക്കി വെക്കണം. അങ്ങനെ അതെല്ലാം എടുത്ത് ധനു കുറേ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ഒന്നും നടന്നില്ല. ധനു പൂക്കൾ ഇടാൻ സമ്മതിച്ചിട്ടേ ഇല്ല. പെറുക്കിക്കൊണ്ടിരുന്നു കുറേ പൂ. ധനുവേ പോയിടെ പൂടണ്ട ധനു പൂട് നോക്കിയേ. ശരിക്കും പിന്നെ ചായക്ക് വേണ്ടി വഴക്കുണ്ടാക്കി. അങ്ങനെ അമ്മയുണ്ട് ധനുവിന് ചായ കൊടുത്തു. പൂക്കൾ ഇടുന്നിടത്ത് തന്നെ ധനു ചായയും കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ സമയം പൂടാൻ പറ്റുമോ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ ധനു അങ്ങനെയൊന്നും സമ്മതിച്ചൊന്നുമില്ല. എന്തായാലും ധനുവിന് ഈ പൂ പറിക്കുന്നതും ഇടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പൂക്കളൊക്കെ പിടിക്കാനും പിച്ചാനും ഒക്കെ അവൾക്ക് നല്ലൊരു ഇഷ്ടമായി. നിമിഷിട്ട് ഇതിങ്ങനെ വെക്ക വെച്ചേ. എന്താ അയ്യോ അത് വാരി എടുക്കല്ലേ ധനു, വാരി എടുക്കല്ലടാ കണ്ണാ വാരി എടുക്കല്ല. പൂടണ്ടേ ധനു, പൂടട്ടമ്മ പൂടണ്ടേ. അതല്ല പൂടണം. ധനു എക്സൈറ്റ്മെന്റ് പൂവെല്ലാം താഴെ ഇട്ടു. ധനു ധനു പൂ താഴെ ഇട്ട് ധനു ധനുഷ് ഇന്ന് രാവിലെ പൂവിടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ പറിച്ചിട്ട് വന്നു. അമ്മ ഇടാവേ. പൂടാൻ ധനുഷ് ഇരുന്നു. നമുക്ക് പൂടാം.